പരിസ്ഥിതി വിദ്യാഭ്യാസ പദ്ധതിയായ സേവിന്റെ ജീവജലം പദ്ധതിയുടെ വടകര വിദ്യാഭ്യാസ ജില്ലാതല ഉദ്ഘാടനം മേപ്പയൂരിൽ നടന്നു. ജില്ലയിലെ ഓരോ വിദ്യാലയവും ഓരോ ജലാശയം തെരഞ്ഞെടുത്ത് ശുചീകരിച്ച് സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ജീവജലം. കോഴിക്കോട് ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കി വരുന്ന പരിസ്ഥിതി വിദ്യാഭ്യാസ പദ്ധതിയായ സേവിന്റെ ജീവജലം പദ്ധതിയുടെ വടകര വിദ്യാഭ്യാസ ജില്ലാതല ഉദ്ഘാടനം മേപ്പയൂരിൽ നടന്നു. ജില്ലയിലെ ഓരോ വിദ്യാലയവും ഓരോ ജലാശയം വീതം തെരഞ്ഞെടുത്ത് ശുചീകരിച്ച് സംരക്ഷിക്കുന്ന പദ്ധതിയാണിത്. കുളങ്ങൾ, കിണറുകൾ, നീർച്ചാലുകൾ തുടങ്ങിയവ ഇങ്ങനെ തിരഞ്ഞെടുക്കാം. സേവിന്റെ മറ്റു പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാർത്ഥികൾ നേരിട്ടല്ല ഇത് നടപ്പിലാക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. സ്കൂളിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന ജനകീയ സമിതിയാണ് ജലാശയം ശുചീകരിക്കുന്നതും സംരക്ഷിക്കുന്നതും. സ്കൂൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനപ്രതിനിധി, PTA അംഗങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകർ, നാട്ടുകാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ അടങ്ങുന്ന കമ്മിറ്റി രൂപീകരിക്കും. ഈ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശുചീകരിച്ച ജലാശയത്തിന് ഒരു സംരക്ഷണ സമിതി രൂപീകരിക്കും. ജലാശയം പൊതുജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തും. 1119 സ്കൂളുകളുള്ള ജില്ലയിൽ അത്രയും ജലാശയങ്ങൾ ഇങ്ങനെ ശുചീകരിച്ച് സംരക്ഷിക്കുവാനാണ് സേവ് ലക്ഷ്യമിടുന്നത്. മേപ്പയൂരിലെ വിളയാട്ടൂർ എളമ്പിലാട് MUP സ്കൂളിന്റെ നേതൃത്വത്തിലുള്ള കാവുള്ളാം വീട്ടിൽ കുളം നവീകരിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ EK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സെറീന ഒളോറ അധ്യക്ഷത വഹിച്ചു. സേവ് ജില്ലാ കോർഡിനേറ്റർ വടയക്കണ്ടി നാരായണൻ പദ്ധതി വിശദീകരിച്ചു. വടകര DEO C മനോജ് കുമാർ മുഖ്യാതിഥിയായി. രമേശ് കാവിൽ ഹരിത സന്ദേശം നൽകി. EK മുഹമ്മദ് ബഷീർ, KK രാഘവൻ, ഷർമിന കോമത്ത്, അബ്ദുള്ള സൽമാൻ, K അനിൽകുമാർ, PV സ്വപ്ന, K നാസിഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുളക്കടവിൽ നിരന്നുനിന്ന എല്ലാവരും ജലസംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. ജീവജലം പദ്ധതിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂളുകൾക്ക് സമ്മാനവും നൽകും.